Welcome back to PMS into classes. As we discussed earlier, we did the fork system code. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവല് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് CPU ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഓർ CPU ഷെഡ്യൂളിംഗ്സ്. സോ ഇന്ന് ഇതിൽ ഏകദേശം 4 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് FCFS ആൻഡ് SJF, then preemptive SJF, then priority scheduling, both non-preemptive and preemptive, and the final part round robin scheduling algorithms. So നമുക്ക് എല്ലാം ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ FCFSഉം SJFഉം കംപ്ലീറ്റ് ചെയ്യണം. SJF ഫസ്റ്റത്താണ്, നോൺ പ്രിയംറ്റീവ് ആണ്. നെക്സ്റ്റ് വീഡിയോയിലാണ് SJF പ്രിയംറ്റീവ് ആക്കുന്നത്. സോ ആദ്യം ടൈം വേസ്റ്റ് ചെയ്യണം, നമുക്ക് കോഡിലേക്ക് കടക്കാം. കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ആൽഗോരിതത്തിന്റെ കാര്യം ഞാൻ പറയല്ലോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബട്ട് കോഡ് അറിയുന്ന ഒരാൾക്ക് അൽഗോരിതം എഴുതാൻ സുഖമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ഇംപ്ലിമെന്റേഷനിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഞാൻ FCFS പറയാം, ഫസ്റ്റ് കം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് SJFലേക്ക് കിടക്കാം. സോ FCFSന്റെ തിയറി പാർട്ട് നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്ന ഞാൻ പറയുകയും ചെയ്യാം. ആക്ച്വലി FCFS ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അതിലെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വരുന്ന പ്രോസസ്സുകളുടെ അറൈവൽ ടൈമിന്റെ ബേസിസിലാണ് FCFS ഷെഡ്യൂളിംഗ് അൽഗോരിതം ഫംഗ്ഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കുറവ് അറൈവൽ ടൈമുള്ള പ്രോസസ്സാണ് ആദ്യം റൺ ചെയ്യിക്കുക. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് പ്രോസസ്, അത് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് പ്രോസസ്. ആക്ച്വലി ഇത് നോൺ പ്രിയംറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് പ്രോസസ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. സോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവില് എങ്ങനെയാ വെച്ചാൽ നമ്മളെ ഒരു CPU ആയിരിക്കുക പ്രോസസർ. സോ ഇത് റൺ ആണെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇത് അറൈവൽ ടൈം 0, അറൈവൽ ടൈം 2, അറൈവൽ ടൈം 1, അറൈവൽ ടൈം 3 ആയിട്ട് കിടക്കുക. അപ്പൊ ഏറ്റവും കുറവ് അറൈവൽ ടൈം ഉള്ളത് ആദ്യം എക്സിക്യൂട്ട് ആവും. ദെൻ അതിൽ കുറഞ്ഞ അറൈവൽ ടൈമുള്ള എക്സിക്യൂട്ട് ആവും, അതിന് തൊട്ടടുത്തത്, then അതിനടുത്തത് എക്സിക്യൂട്ട് ആവും, then അതിനടുത്തത് എക്സിക്യൂട്ട് ആവും. ഇങ്ങനെയാണ് FCFS വർക്ക് ചെയ്യുന്നത്. ദെൻ ഇതിൽ നമ്മൾ ബേസ് ടൈം അല്ല നോക്കുന്നത്, അറൈവൽ ടൈമാണ് നോക്കുന്നത്. ബട്ട് ഇൻ ദ SJFൽ നമ്മൾ നോക്കുന്നത് ബേസ് ടൈമാണ്. FCFSൽ നമ്മൾ നോക്കുന്നത് അറൈവൽ ടൈമാണ്. സോ നമുക്ക് FCFSലേക്ക് കടക്കാം. നോക്കൂ, ഇതാണ് FCFS കോഡ് ആക്ച്വലി. സോ FCFS കോഡിലേക്ക് നമ്മൾ ഫംഗ്ഷനിലേക്ക്, ഇതാണ് ഫംഗ്ഷനിലേക്ക് നമ്മൾ നമ്പർ ഓഫ് പ്രോസസ്സ് കൊടുക്കും. ദെൻ അറൈവൽ ടൈമിന്റെ അറേസ് പാസ് ചെയ്യും, ബേസ് ടൈമിന്റെ അറേയും പാസ് ചെയ്യും. ഇത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വാങ്ങിക്കും. ഓക്കെ, മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ അറൈവൽ ടൈം ബേസ് ടൈം ഓഫ് ഈച്ച് പ്രോസസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കും. അത് നമ്മൾ FCFSലേക്ക് പാസ്സാക്കും. ഓക്കെ, അങ്ങനെ FCFSലേക്ക് അറൈവൽ ടൈമും കിട്ടി, ബേസ് ടൈമും കിട്ടി. നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യാണ്ട്. ഓക്കെ, ഒന്നാമത് CT ആണ് കംപ്ലീഷൻ ടൈം. ഞാൻ 20 ഞാനൊരു റാൻഡം കൊടുത്താണ്, മാക്സിമം 20 പ്രോസസ് ആണെന്ന് നമ്മളങ്ങ് അസ്യൂം. സോ ഞാനൊരു കംപ്ലീഷൻ ടൈമിന് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്തു, വെയിറ്റിംഗ് ടൈമിന് ഒരു അറേ, ടേൺ അറൗണ്ട് ടൈം, പിന്നെ പ്രോസസ് സ്റ്റാറ്റസ്. പ്രോസസ് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പ്രോസസ് വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 0th പ്രോസസ്, ഫസ്റ്റ് പ്രോസസ്, ഈ ഓരോ പ്രോസസ് വരും വന്ന് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ആയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് സ്റ്റാറ്റസ് കൊടുത്തത്. അതിന്റെ എല്ലാ പ്രോസസ്സിന്റെ ഇനീഷ്യൽ സ്റ്റാറ്റസ് ഞാൻ 0 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ട് 1ലേക്ക് മാറ്റും, ഓരോ പ്രോസസ്സിന്റെ വീതം. അതിനാണ് പ്രോസസ് സ്റ്റാറ്റസ് കൊടുക്കുന്നത്, വിച്ച് മീൻസ് ദ പ്രോസസ് ഹാസ് ഓൾറെഡി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. ദെൻ RT മീൻസ് റെസ്പോൺസ് ടൈം. ക്വസ്റ്റ്യൻ തന്നില്ല, പക്ഷേ ലൈക്ക് നോൺ പ്രിയംറ്റീവ് റെസ്പോൺസ് ടൈം എല്ലാത്തിനും സെയിം ആണ്. ബട്ട് പ്രിയംറ്റീവിലാണ് റെസ്പോൺസ് ടൈമിൽ അതിന്റെ മെയിൻ വർക്കിംഗ് പ്രിയംറ്റീവിലാണ് വരുന്നത്. നോൺ പ്രിയംറ്റീവ് റെസ്പോൺസ് ടൈം സെയിം ആണ്. ദെൻ നമുക്ക് ത്രൂപുട്ട് വേണം, ക്വസ്റ്റ്യൻ തന്നിട്ട് ത്രൂപുട്ട് കണ്ടുപിടിക്കാൻ. പിന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം, ആവറേജ് ടേൺ അറൗണ്ട് ടൈം. ഈ ഫ്ലോട്ടിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്, ബിക്കോസ് ഡെസിമൽ വരാം ആവറേജ് ആയതുകൊണ്ട്.
ദെൻ നമുക്ക് വേറെ രണ്ട് വേരിയബിൾ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറന്റ് ടൈം, പിന്നെ കംപ്ലീറ്റഡ് പ്രോസസ്സ്. കംപ്ലീറ്റഡ് പ്രോസസ് എന്നാൽ എത്ര പ്രോസസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി അതിന്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റഡ് പ്രോസസ്സ് കൊണ്ടുവന്നത്. പിന്നെ നമുക്കുള്ളത് കറന്റ് ടൈം ആണ്. കറന്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം. അത് ഞാൻ എന്തിനാണ് അത് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചു തരാം. പ്രോസസ് അണ്ടിൽ ഓൾ പ്രോസസ് ആർ കംപ്ലീറ്റഡ്. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ വൈൽ ലൂപ്പിന്റെ അകത്ത് കംപ്ലീറ്റഡ് പ്രോസസ് ലെസ് ദാൻ, അതായത് ഓരോ പ്രോസസ്സ് ഈ വൈൽ ലൂപ്പ് ഈ കടക്കുമ്പോഴും പ്രോസസ്സ് അത് എക്സിക്യൂട്ട് ആയി എന്നനുസരിച്ച് ആയി കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോയത് അപ് ടു n വരെ, നമ്പർ ഓഫ് റോസ് വരെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. എസ് ഇൻഡെക്സ് മീൻസ് ദ ഷോർട്ടസ്റ്റ് ജോബിന്റെ ഇൻഡെക്സ്, ആൻഡ് എസ് ടൈം എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പ്രോസസ്സിന്റെ ടൈം. ഓക്കെ, ഇനീഷ്യലി ഞാൻ എസ് ഇൻഡെക്സ് -1 ഇനീഷ്യലി ഷോർട്ടസ്റ്റ് ടൈം ഒരു വലിയൊരു നമ്പർ കൊടുത്തതാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെക്കാട്ടും വരുന്ന പ്രോസസ്സിന്റെ ടൈം ഈ ടൈമിനെക്കാട്ടും ചെറുതാണെങ്കിൽ അതിലേക്ക് ഷോർട്ടസ്റ്റ് ടൈമിലേക്ക് ആ പ്രോസസ്സിന്റെ അറൈവൽ ടൈം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് ഞാനൊരു വലിയൊരു നമ്പർ ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോസസ്സ് വരുന്നതനുസരിച്ച് നോക്കാം. നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദ ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ അറൈവൽ ടൈമിന്റെ ബേസിസിൽ എടുക്കാനാണ്. ആൻഡ് ഈ ഫോർ ലൂപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് SJF ആണെങ്കിൽ ഒന്നുമില്ല, ഈ AT മാറ്റി BT കൊടുത്താൽ മതി. ഇപ്പൊ അത് കഴിഞ്ഞ് പ്രയോറിറ്റി ആണ് വരുന്നെങ്കിൽ അറൈവൽ ടൈം വരെ പ്രയോറിറ്റി കൊടുത്താൽ മതി. ആക്ച്വലി വെരി സിമ്പിൾ ആണ്. ഈ സെയിം കോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഷെഡ്യൂളും ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നാമത് FCFS ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പ്രോസസ് തുടങ്ങി ടോട്ടൽ n പ്രോസസ്സ് വരെ പോകും. എന്നിട്ട് ഓരോത്തിന്റെ അറൈവൽ ടൈം ഇപ്പോഴത്തെ ഷോർട്ടസ്റ്റ് ടൈമായിട്ട് കമ്പയർ ചെയ്യും. അത് ഫസ്റ്റത്തെ എന്തായാലും ഇതിനെക്കാട്ടും കുറവായിരിക്കും, ട്രിപ്പിളിനെക്കാട്ടും കുറവായിരിക്കും. അതുപോലെ തന്നെ അറൈവൽ ടൈം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കറന്റ് ടൈം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അറൈവൽ ടൈം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കറന്റ് ടൈം എന്നാൽ കറന്റ് ടൈമിനെക്കാട്ടും കുറവാണ് അറൈവൽ ടൈം എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പോ ഇത് നമ്മുടെ ബോക്സ് ആണ്. ഇപ്പോൾ കറന്റ് ടൈം എന്ന് പറയുന്നത് ഒരു 3 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ അറൈവൽ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണ്. വിച്ച് മീൻസ് ആ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയാണ്, റെഡി ആയിരിക്കണം. 2 സെക്കൻഡ് 3 സെക്കൻഡ് ആയാലും എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയാണ്. ഒന്നെങ്കിൽ കറന്റ് ടൈമിന് ബിഫോറോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പ്രോസസ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയാണെന്ന് പറയാം. കാരണം പിന്നെ വേറെ അറൈവൽ ടൈം ശരിക്കും 5 സെക്കൻഡ് ആണെങ്കിൽ അതവിടെ വെയിറ്റ് ചെയ്യല്ലോ. 5 സെക്കൻഡ് ഒക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യും. 2 സെക്കൻഡ് ഈ കറന്റ് ടൈമിനെക്കാട്ടും ഈക്വൽ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത് ആണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുള്ളൂ. സോ ദാറ്റ്സ് വൈ വി പുട്ട് ദിസ് arrival time is less than or equal to current time. Then നമുക്ക് പ്രോസസ് സ്റ്റാറ്റസ് ഓഫ് I നോട്ട് ഈക്വൽ ടു 1. അതായത് ആ പ്രോസസ് സ്റ്റാറ്റസ് 1 അല്ല. 1 മീൻസ് എന്താണ് അർത്ഥം, ആ പ്രോസസ് എക്സിക്യൂട്ട് ആയി. സോ പ്രോസസ് നോട്ട് ഈക്വൽ ടു 1 ആണ്, ആ പ്രോസസ് ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പ്രോസസ്സിന്റെ അറൈവൽ ടൈം ഷോർട്ടസ്റ്റ് ടൈമിനെക്കാട്ടും കുറവായിരിക്കണം. 3 കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അറൈവൽ ടൈം ഇപ്പോൾ ഷോർട്ടസ്റ്റ് ടൈമിനെക്കാട്ടും കുറവായിരിക്കണം. അതുപോലെ അറൈവൽ ടൈം ലെസ് ദാൻ ഓർ ഈക്വൽ കറന്റ് ടൈം ആയിരിക്കണം. അതിന്റെ പ്രോസസ്, അതായത് ആ പ്രോസസ്സ് ഇതുവരെ എക്സിക്യൂട്ട് ചെയ്യാത്തൊരു പ്രോസസ്സും ആയിരിക്കണം. ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത പ്രോസസ് ഇത് ആകെ കൊള്ളാവൂലേ, എക്സിക്യൂട്ട് ചെയ്യാത്തൊരു പ്രോസസ്സും ആയിരിക്കണം. ദാറ്റ്സ് വൈ പ്രോസസ് സ്റ്റാറ്റസ് ഈസ് നോട്ട് ഈക്വൽ ടു 1. എന്നിട്ട് ഷോർട്ടസ്റ്റ് ടൈമിലേക്ക് ഇപ്പോൾ വന്ന ടൈം ആഡ് ചെയ്യും, ഷോർട്ടസ്റ്റ് ഇൻഡെക്സിലേക്ക് ഇപ്പോൾ വന്ന ഇൻഡെക്സും ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ലൂപ്പ് ഏറ്റവും ലീസ്റ്റ് ഇൻഡെക്സും ഏറ്റവും ലീസ്റ്റ് ഷോർട്ടസ്റ്റ് ജോബ് ഇൻഡെക്സും ഷോർട്ടസ്റ്റ് ജോബ് ടൈം കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ച് അപ്പൊ എസ് ഇൻഡെക്സ് എന്തായി, ഒരു നമ്പറായി, -1 അല്ലാത്ത വേറെ ഒരു ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ ഓരോ സംഭവം കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യുക. അപ്പൊ അതായത് 5 പ്രോസസ്സാണ്, അതിൽ ഒരു പ്രോസസ്സ് ചെയ്തു എന്നർത്ഥം. അപ്പൊ കംപ്ലീറ്റ് പ്ലസ് ആക്കി 2 ആക്കി. ഓക്കെ, ദെൻ നമുക്ക് RT റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ കറന്റ് ടൈം മൈനസ് അറൈവൽ ടൈം. ദെൻ കറന്റ് ടൈം എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. കറന്റ് ടൈം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബേസ്റ്റ് ടൈം കൂടി എന്ത് ചെയ്യണം, കറന്റ് ടൈമിലേക്ക് ആഡ് ചെയ്യണം. അത് പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ടൈമിനാണ് നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സോ അതുകൂടെ ആഡ് ചെയ്താൽ നമുക്ക് കറന്റ് ഇപ്പോഴത്തെ ടൈം കിട്ടും.
ഇതിന്റെ പ്രോസസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 1 ആക്കുക. മീൻസ് എന്താണ് ആ പ്രോസസ്സ് ഈ എസ് ഇൻഡെക്സ് കൊടുക്കുന്ന ഇപ്പോഴത്തെ നമുക്ക് കിട്ടിയ ഷോർട്ടസ്റ്റ് ഇൻഡെക്സ്, അത് ഏറ്റവും ഇപ്പം കിട്ടിയ ആ പ്രോസസ് ഉണ്ടല്ലോ, ആ ചെറിയ ഏറ്റവും അറൈവൽ ടൈം കുറഞ്ഞ ആ പ്രോസസ്സിന്റെ പ്രോസസ് സ്റ്റാറ്റസ് 1 ആക്കി വെക്കുക. ആൻഡ് കൺട്രോൾ നമുക്ക് കംപ്ലീഷൻ ടൈം ഉണ്ട്. കംപ്ലീഷൻ ടൈം ഓഫ് എസ് ഇൻഡെക്സ് ആണ് കറന്റ് ടൈം ആക്കുക. കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞാൽ കറന്റ് ടൈം. ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്ന ടൈം എന്താ, കറന്റ് ടൈം ആണല്ലോ. കാരണം കറന്റ് ടൈം നമ്മൾ ബേസ് ടൈം കൊടുത്തു. അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവുന്ന ടൈം എന്ന് പറയുന്നത് കറന്റ് ടൈം ആണ്. പിന്നെ ടേൺ അറൗണ്ട് ടൈമിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം, വിച്ച് ഈസ് കറന്റ് ടൈം മൈനസ് അറൈവൽ ടൈം. വെയിറ്റിംഗ് ടൈമിന്റെ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ് ടൈം. സാധാ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനിയിപ്പോ നമുക്ക് ഇത് പ്രോസസ് ഇവിടെ കിട്ടിയില്ല, കാരണം ഡിലേ വരും, ഐഡിലാവും, ഐഡിൽ. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ യൂസർ 0 കഴിഞ്ഞിട്ട് സോറി 0 കഴിഞ്ഞിട്ട് പിന്നെ 2 ആണ് വരുന്നതായിരിക്കുക. അപ്പൊ 0 to 2 ഉണ്ടല്ലോ, അപ്പൊ അവിടെ 1ന്റെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. ആ ഒരു സമയം വരെ നമ്മുടെ സി പി ഐഡിലായിരിക്കണം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ടൈം നെക്സ്റ്റ് അടുത്ത ടൈമിലേക്ക് ടൈം കൂട്ടി കൂട്ടി പോവാ. ആ ടൈം ഇൻക്രിമെന്റ് ചെയ്യുന്നത് ഒരു പ്രോസസ് റെഡി അല്ലേ. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് ആക്ച്വലി സിമ്പിൾ ഒന്നുമില്ല, പി ഐ ഡി, ഓരോ പ്രോസസിന്റെ പി ഐ ഡി, അറൈവൽ ടൈം, ബേസ് ടൈം, കംപ്ലീറ്റ് ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോണ്ട് ടൈം എല്ലാം പ്രിന്റ് ചെയ്യിപ്പിക്കുക. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഈ കോഡ് ഈ കോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാം. ശരിക്കും നമ്മുടെ മെയിൻ കോഡെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊക്കെ സ്കിപ്പ് ചെയ്ത് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇത് പറയുന്നത്. ഈ ഒരു സംഭവം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് എസ് ജി എഫിലേക്ക് കിടക്കാം. സെയിം ഒന്നുമില്ല, ബാക്കിയൊക്കെ സെയിം ആണ്. എസ് ജി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ജി എഫിന്റെ കേസിൽ എങ്ങനെയാണ് പറ. എസ് ജി എഫിന്റെ കേസിൽ നമ്മള് അറൈവൽ ടൈമിന്റെ ബേസിലല്ല, നമ്മളിവിടെ നോക്കുന്നത് ബേസ് ടൈമിന്റെ ബേസിലാണ്. ബേസ് ടൈമിനാണ് കൂടുതൽ പ്രയോറിറ്റി. സോ ഇവിടെ ഒന്നുമില്ല, ആകെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ ഇവിടെ 80 മാറ്റിയിട്ട് ബേസ് ടൈം ആക്കുക. ബേസ് ടൈമിന്റെ ഇതിൽ ഷോർട്ടസ്റ്റ് അറൈവൽ ടൈമിന് പകരം ഇവിടെ ഷോർട്ടസ്റ്റ് ബേസ് ടൈം ആക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ, യാതൊരു വ്യത്യാസമില്ല. അത്രേ ഉള്ളൂ. അതാണ് എസ് ജി എഫ്. ഓക്കെ, ഇതിലും ഞാൻ ആക്ച്വലി ഞാൻ ചെയ്തതും എന്റെ ഇന്റേണൽ ഞാൻ ചെയ്തത് വേറെ രീതിക്കായിരുന്നു. ആക്ച്വലി അത് നല്ല കടുപ്പായിരുന്നു, ടഫാണ്. ബട്ട് ഇത് ആക്ച്വലി വളരെ എളുപ്പമാണ്. ബേസിക്കലി ഞാൻ ഇതുവരെ ചെയ്ത അൽഗോരിതത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയതാണ്, ആൻഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു അൽഗോരിതം കൂടിയാണ്. സോ അത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. എഫ് സി എഫ് ആൻഡ് എസ് ജി എഫ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രിവെന്റീവ് എസ് ജി എഫ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.